Thank you. Subscribe to Jizan vlog. Subscribe guys. Good My name. mom. Mom. भी थोड़ा सा फील हो रहा है ഇപ്പൊ മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് കൊടൈക്കനാലിലാട്ടോ. കൊടൈക്കനാൽ ഇപ്പോൾ ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്ത സ്ഥലമാണിത്. ചെക്കന്മാരെ കുളിക്കട്ടോ, റെഡി ആയിട്ടില്ല. ഇവിടെ ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തിയത്. പക്ഷെ അതിനൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ പുറത്തുള്ളൊരു വ്യൂ ആണ്. വലിയ വ്യൂ ഉള്ള റൂമൊന്നുമല്ല, പക്ഷെ റൂം കുറച്ച് അടിപൊളി റൂമാണ്. ഞാൻ രാത്രി ഉറക്കം ഒഴിച്ചാണ് ബൈക്കുമേലാണ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ എത്രത്തോളം എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിക്കണം എന്നുള്ള എനിക്കറിയില്ല. കാരണം ഉറക്ക ക്ഷീണം ഇന്നലത്തെ പകലുള്ള ട്രാവലിംഗ് ഒക്കെ ഒരു ഉറക്ക ക്ഷീണത്തിലേനി. കാരണം ഇന്നിപ്പോൾ സ്റ്റേ ചെയ്തപ്പോൾ ഇന്നിപ്പോൾ ഒരു ആക്റ്റീവ് ആയിക്കണെന്ന് ഇന്ന് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ ഞാൻ. അനീസ് വന്നിട്ടോ. അനീസിന്റെ കോസ്റ്റ്യൂമാണ്. അല്ല അത് മതി. അനീസിന്റെ കോസ്റ്റ്യൂമാണ്. എൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും മാറ്റിയാണ്. ഞങ്ങളെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാക്കിയാണ്. അനീസിന്റെ കോസ്റ്റ്യൂമാണ്. പക്ഷേ സിംപ്ലി ഹമ്പിൾ. ഇനി നമ്മൾ പോണത് ഗുണ കേവിക്കാണ് പോണത്. പിന്നെ ഇവിടെ 2-3 സ്ഥലം. എന്നാലും നമ്മൾ പൂണ്ടി ആ ഭാഗത്തേക്ക് പോയിക്കാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തേനി. അപ്പോൾ ഇത് എത്ര വീഡിയോ ആയിക്കാണ് വരികയെന്നൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുള്ളൂ. നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ പോവില്ലേ. അപ്പോൾ നമ്മൾ മാറ്റി റെഡി ചെയ്താട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി നിങ്ങൾ കാണാം. ഓക്കെ പോല ഫസ്റ്റ് നമ്മൾ പോയിക്കാണ്ട് ചായ അടിക്കാൻ പോകട്ടെ. ചായ അടിച്ചിട്ട് ഭയങ്കര വേറെ ഒന്നും ഉള്ളൂ. പള്ളടിച്ച് ആദ്യം ഫുഡ് കഴിക്കണം. ഇവിടെ ഫുൾ എനർജിയിൽ വേണം ബാക്കിയുള്ള സ്ഥലങ്ങളെ കാണാൻ. ഇന്നത്തെ ഹൈലൈറ്റ്സ് അസറിന്റെ പാന്റാണ്. ഈ പാന്റ് കിട്ടണേ എവിടെ പോണോ? ഈ പാന്റ് ഞാൻ മുംബൈന്ന് പറഞ്ഞിറക്കിയതാ. ഇങ്ങനെ ഈ ഫോൺ പിടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടോ? ഭയങ്കര കൈവാട്ടോ വലിക്ക്. അത് മടിയേക്ക് പിടി മാറിയാ ഇളക്കും ഇങ്ങനെ വലി. ഈ ഫോണിങ്ങനെ ഇളക്കിക്കാണ്ട് ഇങ്ങനെ ആക്കും. ഫോട്ടോഗ്രാഫർ ഇവനെ കഴിഞ്ഞിട്ടുള്ളു വേറെ. മുബാരീസ് ഫോട്ടോഗ്രാഫർ. നമ്മള് ഫുഡൊക്കെ വന്നാട്ടോ. ഈ കടയിലേക്ക് നമ്മള് ഫുഡൊക്കെ വന്നത്. ബിരിയാണി. அப்போ நாம சாப்பிட போறோம். என்ன சாப்பிட போறோம்? இங்க என்னென்ன தெரியல, ஏதோ பார்க்கலாம். தோசை இருக்கு, ஏதோ இருக்கு பார்க்கலாம். அப்ப गाइस நாம ஹோட்டல் அமீரால் வந்திருக்கோம். இங்க சாப்பாடு இங்கதான் இன்னைக்கு என்னென்ன இருக்கும் பாருங்க. നമ്മള് മറ്റേ ഹോട്ടലിന് പിന്നെ അവിടെ സിറ്റിംഗ് ഇല്ല, ഇരിക്കാൻ സ്പേസ് ഇല്ല. പിന്നെ അവിടെ ബിരിയാണി ഒക്കെ ഉള്ളത്. അപ്പൊ പിന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ. രാവിലെ തന്നെ ബിരിയാണി ശരിയാവും. 3 வேற என்ன இருக்கு? மசாலா இருக்கு, பூரி இருக்கு, மசாலா தோசை இருக்கு, எக் தோசை, ஆனியன் தோசை, எக் தோசை இருக்கு, கறி தோசை இருக்கு. എന്താ പറഞ്ഞു ഇവിടെ? എന്താ ചെയ്യുന്നത്? ഞാൻ പൊടി ദോശ. ജോ அந்த பக்கம் ஒரு பொடி இருக்கு. நானே மசாலா தோசை பண்ணிருக்கேன். ആഷിക്ക് ഞാൻ പൂരി മസാല. ഇജെന്താ പറഞ്ഞേ? ഞാനും അനീസും മുബാരിച്ച് നെയ്റോസ്റ്റ് ആട്ടോ. மசாலா தோசை மசாலா தோசை இல்ல மசாலா தோசை அப்படிதான் சொல்லணும். அப்படிதான் சொல்லணும். அந்த கீ ரோஸ்ட் അപ്പൊ ഗീ റോസൈ എല്ലാം കൊഞ്ചം പോട്ട്. മറ്റേ ഇവിടെ പോയാലേ തായ്ലാന്റ് പോയാലോ എല്ലാത്തിനും ഇങ്ങനെ ഒരു പറയാ. എന്താണ് സവാത്തിക്ക, കബൂക്ക, ഇങ്ങനത്തെ 2 തെറ്റാണ്. എന്താ പറഞ്ഞേ? മസാല ദോശ നമ്മളത് എപ്പോഴും കുറച്ച് വെറൈറ്റി. അപ്പൊ കുറച്ച് നേരം വെക്കുന്നത് മസാല ദോശ വെറൈറ്റി. നമ്മള് ഫുള്ള് വെച്ചിട്ടൊന്നുമില്ല. എഗ് ഉണ്ടോ? ചേമ്പാണ് എഗ് ദോശ. എങ്ങനെ എഗ് ഉണ്ടാവില്ലേ? എഗ് ദോശ പിന്നെ എഗ്ഗല്ലേ ഉണ്ടാവുക. അങ്ങനെ പേരുണ്ടോ? കൊടൈക്കനാൽ നമ്മുടെ കുട ഉണ്ടോ? ഇല്ല. കൊടക്കനാലല്ല, കൊടൈന്നാണ്. കട്ടയോ വെട്ട്. കറുത്തനാ പറഞ്ഞാളത് അല്ല. ആപ്പ് കറുപ്പ് ആപ്പ് വെക്കൂല. വിറ്റാമിൻ കുറവാ. മസാല ദോശ ഇംഗ്ലണ്ടോ കൊഞ്ചം സാമ്പാർ ഊത്തടാ തമ്പി. ഇല്ല സ്വല്പ അല്ല, ഇല്ല ಸ್ವಲ್ಪ ಸಾಂಬಾರು ഊത്തു. ಅದೇ
சாம்பாரும் இல்லை ಸಾಂಬಾರ್ ಮತ್ತು ಗೋಧುಮ ಚಟ್ನಿ ಚಟ್ನಿ ಬೇಡ ಚಟ್ನಿ ಇದಕ್ಕೆ ಸ್ವಲ್ಪ வெள்ளை சட்னி இருக்குல்ல அது கொஞ்சம் சட்னி வெள்ளை சட்னி கொஞ்சம் சொன்ன சட்னி எல்லாம் போட்டு மிக்ஸ் பண்ணி சாப்பிடுங்க அப்பதான் நல்லா இருக்கும் முட்டாள் முட்டாள் அது லாபகம் கூட முட்டாள் தம்பி என்ன பேசிட்டே இருக்கேன் ലാഭകം ഫുഡ് ഓണാട്ടോ അനീസ് എന്തേ കൗണ്ടർ അടിച്ചോ ഫസ്റ്റ് അനീസ് തന്നെ ഒറ്റക്ക് ക്യാമറ കെട്ടിച്ചു എന്താ പറഞ്ഞ മുട്ടാള് മുട്ടാൾ പയ്യൻ തിടുകം പോയി കിട്ടിയില്ല എന്തായാലും ഇങ്ങനെ പൊട്ടിക്കള 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 പത്തപ്പിച്ച് തരി അണ്ണാ ഇന്ത മാരി പോരി എന്താ പറഞ്ഞു പേശി ഏടാ അതിന്റെ ഉള്ളിൽ ഇന്ത മാരി പോരി இந்த மாதிரின்னு சொன்னா இந்த மாதிரி கிடைக்காது புரிஞ்சுதா അടിപൊളി ഫുഡാണ് ഇപ്പൊ എല്ലാരും ഇനി ഇവിടെ വരിക ഇത് ബ്ലോഗർ കേരള ബ്ലോഗർ യൂട്യൂബ് നമ്മ കട ഫേമസ് ആയിക്കോളും കട പേര് അമീറ ബിരിയാണി അമീറ ബിരിയാണി ഫേമസ് ആയിക്കോളും കൊടൈക്കനാലില് യൂട്യൂബറാ അമീറ ബിരിയാണി ഫേമസ് ആയിക്കോളും നല്ല ഫുഡാട്ടോ അമീറ ബിരിയാണി കളയരംഗം കാർ പാർക്കിംഗ് കൊടൈക്കനാൽ നല്ല കാർ പാർക്കിംഗ് ഉണ്ട് ഒരു വിഷയമില്ല ഏത് വണ്ടിയിട്ട് വന്നാലും ഇങ്ങനെ ഫുഡേക്ക് പോകും BSNL ഓപ്പോസിറ്റ് ആണ് കാണാം പോലെ ഇത് കഴിഞ്ഞിട്ട് കൂടാതെടാ ഞങ്ങള് വട തിന്നാൻ പോണേ വട കഴിക്കാണ്ട് ആശീനൊക്കെ തികഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞേ ഇനി വടകളൊക്കെ പലതരം വടകളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കമ്പിളി ഡ്രസ്സ് ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കമ്പിളി ഉണ്ട് ഇവിടെ ചായന്റെ കണ്ടിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാണ് തിരക്കാവുന്നുണ്ട് നമ്മൾ നേരെ പോണത് ഇവിടേക്കാട്ടോ എന്താ പറയാ ഒന്നുകിൽ എന്താ റോക്ക് എന്തോ ഉണ്ട് പറഞ്ഞു പിന്നെ നമ്മളെ ഇതിൽ ഷൂട്ട് സ്ഥലം ഗുണാക്കേവിക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടാവുക അപ്പോ നോക്കട്ടെ ഫുഡൊക്കെ കഴിച്ച് വയറ് പറഞ്ഞിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം അടിച്ചാ പിന്നെ ഫുൾ എനർജി അല്ലേ നമ്മളിങ്ങനെ പോകാൻ നിൽക്കാണ് അതിനോട് ചായ അടിക്കട്ടോ ആ ഗ്യാപ്പിലാണ് അങ്ങോട്ട് ഇങ്ങനെ വന്നത് ഓക്കെ എത്ര ഗെയിമാരാ ഇപ്പോഴല്ല നമ്മള് ഫുഡ് കഴിച്ചുകാണ്ട് ഇപ്പൊ ആ കടിയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ പള്ളറച്ച് അത് കഴിഞ്ഞപ്പോ ഇവിടെ കണ്ട ഉണ്ടൊക്കെ അതെന്താണ് കായപ്പായിട്ടും ബജ്ജിയായിട്ടും സാമ്പാറായിട്ടും സാധനം രസമുണ്ട് இந்த சாதனத்தை டேஸ்ட் ரொம்பமாய் முக்கியம் നമ്മളിപ്പോ ഇവിടെ പോണത് സൂയിസൈഡ് പോയിന്റിക്കല്ലേ சூசைட் பாயிண்ட் கடை போனது பேர் வந்து சூசைட் பாயிண்ட் புது பேர் வந்து என்னன்னு தெரியல கேக்குறேன் புது பேரு சூசைட் வியூ பாயிண்ட் സൂയിസൈഡ് ചാടിച്ചാവൽ വ്യൂ പോയിന്റ് അവിടെ നല്ല രസ പൂക്കൾ ഉണ്ടാവും നല്ല രസം കേട്ടോ കാട്ടിന് ഇങ്ങോട്ടാണ് കയറി പോണതിനുള്ളില് ഇപ്പൊ തമിഴിലാണ് എഴുതിക്കണത് എന്താ വായിക്കാന്നാവും ഇതിലെ പോകാൻ അതിന്റെ വൈബ് കൊടൈക്കനാൽ സൂയിസൈഡ് ഇത് മാർക്കറ്റാണ് കടലിനുള്ളിലുള്ള മാർക്കറ്റാണ് കുറെ കടകളൊക്കെ ഉണ്ട് അതിനുള്ളിൽ കംപ്ലീറ്റ് ഡ്രസ്സുകളാട്ടോ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ വില എന്താന്ന് അറിയില്ല വില ഒക്കെ ഉണ്ടാവും കുറവൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് പ്രൈസ് അല്ലേ 150 ഉള്ളതിന് പിന്നെ ബാർഗെയിൻ ചെയ്താൽ മതി ബാർഗെയിൻ ചെയ്താലേ കുറയും ടൂറിസ്റ്റ് പ്ലേസ് വന്നാൽ പിന്നെ ബാർഗെയിനിങ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാർഗെയിനിങ് ഉണ്ടാവും ഇത് കുറച്ച് ലോങ് ഉണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് എന്റെ സൂയിസൈഡ് പോയിന്റ് കറ്റാണോ സൂയിസൈഡ് പോയിന്റ് പറഞ്ഞാൽ കുറെ മാലി എന്തായി കയറാണ്ടാവില്ല ഇതേമാതിരത്തെ ഒരു സ്ഥലമാണ് നമ്മൾ പണ്ട് ഇവിടെ പോയി കഴിഞ്ഞാ മൂന്നാർ പോയപ്പോ ഇതേമാതിരി വഴി ഉണ്ടായി. മൂന്നാറല്ല നമ്മള് ഊട്ടിയില് ഊട്ടി വയ്ക്കണം ഇതേ സ്ഥലം ഊട്ടിയിലെ മൂന്നാറുണ്ട് ഇതേ സെയിം പൊസിഷനില്. ആ അത് മറ്റേ ഇത് പൈൻ ഫോറസ്റ്റിന്റെ നമ്മള് ഇങ്ങോട്ട് ഡാൻസ് പൈൻ ഫോറസ്റ്റിന്റെ അവിടെ പോയില്ലേ അവിടെ നമ്മളെ സ്റ്റെപ്പ് നമ്മള് ഇന്നും അല്ല നമ്മൾ ഇന്നലെ സ്റ്റെപ്പ് പഠിക്കുന്ന അറിയാം രാത്രി 10:10 ഒക്കെ കിടന്നിറങ്ങി എത്തിട്ടോ ഇത്ര വലിയ പോയിന്റ് ആണോ സൂയിസൈഡ് പോയിന്റ് ആണോ ഇവിടെ എങ്ങനെ സൂയിസൈഡ് ചെയ്യാതൊക്കെ വെച്ചാല് പക്ഷേ ഇവിടെ എങ്ങനെ വെച്ചാ എങ്ങനെ സൂയിസൈഡ് ചെയ്യാ ഇതിന്റെ മേലെ കൂടെ ചാടണോ കുറച്ച് adventure ആയിട്ട് suicide ഇവിടെ എങ്ങനെ സൂയിസൈഡ് ചെയ്യാ എങ്ങനെ വെച്ചാല് ഇത് ഇന്ന പോലത്തെ ഇതിന്റെ അടിപൊളി പോണം ഓ ഒലക്കോ ചോദിച്ചു പോയില്ല ഇപ്പൊ ജിമ്മനായി അനീസ എങ്ങനെ പോയി മസിൽ കാണിച്ചു കൊടുക്ക്. ബസ്സിൽ കാണിച്ചെടുക്ക് ഷർട്ട് വരെ മിസ്റ്റർ പോഞ്ഞിക്കര ഓ കട്ട അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ
അപ്പൊ ഇവര് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്. ഞാൻ പിന്നെ ഒന്നും വാങ്ങിയില്ല അവിടുന്ന്. ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, ഉള്ളതിനാരും തിന്നണില്ല. കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ. കേറണ്ട മൂന്നാ കേറാറിനാ. നമ്മളിവിടെ കേറാൻ നിക്കട്ടെ. അതിന് മുന്നായിട്ട് ഇവിടെ അക്കൻ്റെ ഒക്കെ ഫ്രൂട്ട്സ് വാങ്ങാൻ നിക്കണം. അക്കൻ്റെ ഒക്കെ ഫ്രൂട്ട്സ് പൈനാപ്പിൾ വാങ്ങിയതേ. ഇനി എന്താ ഒരാൾ വാങ്ങി ഇന്ന് എല്ലാവർക്കും എല്ലാം തിന്നാലോ. സെറ്റ് സാധനം കേട്ടോ. പക്ഷെ കൊഞ്ചം നല്ല ഇത് ഗുണാക്കേട്ടോ. ഇത് മാറിപ്പോയതാണ്. പില്ലറിലേക്കൊക്കെയാണ് നമ്മൾ പോണത്. നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ ഇങ്ങനെ മേപ്പെട്ട് ഇങ്ങനെ കയറി പോണം. കുറെ ട്രക്ക് ചെയ്യാണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ പോയോക്കാം. ഞാൻ നല്ല ടേസ്റ്റ് കിട്ടും. നല്ല മസാല കെട്ടിക്കാണ്ട് നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മള് പില്ലർ റോക്ക് കയറാൻ പോട്ടോ. പില്ലർ റോക്ക് അവിടെ ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. ടിക്കറ്റ് എടുത്താണ് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് പോവാം. ഞാൻ എടുത്തിട്ട് പോവാം. 10 രൂപ കൊടുത്തു നമുക്ക് ഇതിലെ വരണല്ലോ. റൂൾസ് ഉണ്ട് അവിടെ. എന്താ നമ്മൾക്കാട്ടെ. അല്ല ആന ഏതാ വാട്ട വ്യൂ. ഇവിടെ ഇതാണ് വ്യൂ. ഇവിടെ പോവില്ലേ? ആളുകൾ കേറി പോണ ഇതുണ്ടല്ലോ. ഇവിടെ തന്നെ ചേമ്പാണ്. അല്ലാണ്ട് കണ്ണായിട്ട് കാണുന്ന അത്ര ഫോണില് കാണില്ല കേട്ടോ. വേറെ സൈസ് നല്ല രസമുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. ഏതാന്നറിയോ? നമുക്ക് അങ്ങോട്ട് പോകാൻ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റണ രസകലാശിക. ഒരു വഴി ഉണ്ടല്ലോ അല്ലേ? അവിടെ ഒരു വഴി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മറ്റേ ഭയങ്കര രസം കേട്ടോ. കോട ഇങ്ങനെ പോണ വഴി ക്യാമറ കിട്ടണില്ല. അതാകെ ചടുപ്പ്. ആ മല എനിക്ക് മേപ്പടിക്കൊക്കെ ഇപ്പൊ കാണണില്ലേ? ഇപ്പൊ കാണില്ല. നേരത്തെ മേപ്പടിക്കൊക്കെ കണ്ടീന് കേട്ടോ. കൂർപ്പുള്ള ഒരു മല. നല്ല രസമുണ്ടായിരുന്നു. ഹർഷദ കേട്ടോ ഇവിടുത്തെ ഇപ്പത്തെ ക്യാമറാമാന്. വരും തുടക്കി കൈവ് തെളിക്കാൻ വരിക. ക്യാമറമാൻ മുബാരിസിനോടൊപ്പം ബ്ലോഗർ ജിസാൻ ഫോട്ടോ ഒക്കെ എടുക്കണേ ആശിക്ക് തന്നെ കഴിയുള്ളൂ. നമ്മളെ കഴിയും. ആശിക്ക് ഞാൻ അന്വേഷിച്ചു പക്ഷെ എന്റെ അടുത്ത് സെൻഡ് ചെയ്ത് കൊടുക്കേ. അതുപോലെ വേക്കുന്ന വീഡിയോ എടുക്കാട്ടോ. അനീസിന് എന്താ ഒരു പ്ലാനില് വീഡിയോ എടുത്തുകൊണ്ടൊക്കെയാണ് വേക്കുന്നത്. എന്താ പ്ലാന്? രസം ഉണ്ടാവൂലേ? അനീസ് എടുത്ത അനീസിന് ഇങ്ങനത്തെ വീടിന്റെ ഐഡിയകളൊക്കെ വീഡിയോ എടുക്കാൻ അനീസിന് കഴിഞ്ഞുള്ളൂ. വേറെ ഫോട്ടോ എടുക്കാന് ഫോട്ടോ മൊബൈൽസ്. പക്ഷെ സാധനങ്ങളൊക്കെ അതേപോലെ പ്രകൃതിന്റെ വല്ല ഷോട്ട് എടുക്കണെങ്കിൽ ആരാ? അത് ആശിക്ക്. അങ്ങനെ ഓരോരോ പ്രത്യേകതകളാട്ടോ. നായ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് എത്ര നേരം ഇവിടെ ആക്ട് ചെയ്യും നമ്മള്. കോട പോണില്ല കേട്ടോ. അവിടുന്ന് കോടമഞ്ഞ് പോയിക്കാണ് നല്ല രസമായിരിക്കും. പോണില്ല. കുറച്ച് ഇങ്ങനെ പോകണ്ടേ. നമ്മളെ iPhone 16 ഒക്കെ മാറ്റിയാണെങ്കിൽ വേറെ വല്ലതും നമ്മൾ ഇറക്കേണ്ടി വരും. കിട്ടണം. ഇനി നമ്മള് ആക്ട് ചെയ്യണ്ടോ? ഞങ്ങൾ എത്ര നേരം വർത്താനം പറഞ്ഞേ? പ്രകൃതി എത്ര മനോഹരമാണ്. ഈ ലോങ് ട്രിപ്പ് ബൈക്കുമ്പോൾ വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ കയ്യിലുണ്ട്. നമ്മളെ എങ്ങനെ ട്രിപ്പിനെ പറ്റി ആസ്വദിക്കുന്ന പറഞ്ഞ സ്ട്രഗിൾ ഉണ്ട്. ഇന്നലെ ദിവസം ഒരു ഉറങ്ങിയപ്പോൾ ഇന്നത്തെ വൈബേ വേറെ. പക്ഷെ ആ ഒരു സ്ട്രഗിളുകളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ഇതുപോലെ പ്രകൃതി കാണുമ്പോൾ ആ സ്ട്രഗിളുകളൊക്കെ നമ്മൾ മറക്കും. അതുപോലെയാണ് നമുക്ക് എന്ത് പ്രയാസം. അതേപോലെ നമ്മള് മൈൻഡ് ഫ്രഷ് ആക്കാൻ ഇങ്ങനത്തെ ഒരു പ്ലേസിന്റെ അപ്പുറത്തേക്ക് വേറില്ല അല്ലെ? നമുക്ക് എന്ത് നമ്മൾ മനസ്സിനെ സ്ട്രഗിൾ ചെയ്ത് എന്തെങ്കിലും പ്രയാസം അലക്കി നിൽക്കുമ്പോൾ ഇതുപോലെ വണ്ടി എടുത്ത് യാത്ര പോകും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറി തന്നെ വീട്ടിലെത്തി. കാരണം പ്രകൃതി അത്രത്തോളം യാത്രകൾ എപ്പോഴും നമ്മളെ ടെൻഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറക്കും. അത് നമ്മള്
നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അപ്പൊ നമുക്ക് വേറൊരു വൈബായിരിക്കണം. അതായത് ഫാമിലീസ് ആ ഒരു വൈബ് ഇപ്പൊ നമ്മളെല്ലാരും കൂടെ വന്നു കാണെങ്കിലും വേറെ തന്നെ ഒരു വൈബാണ്. അത് വേറെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യൂല. ഞങ്ങൾ ഇങ്ങനത്തെ ഞങ്ങളെല്ലാരും കൂടെ കൂടുമ്പോ ഞങ്ങള് ഇങ്ങനെ ട്രാവലിംഗ് ചെയ്യില്ല. അതേമാതിരി എന്റെ +2 ചങ്ങായിമാർ ഞങ്ങളെല്ലാരും കൂടുമ്പോൾ റിസോർട്ട് അടിക്കില്ല. കാരണം ഞങ്ങൾ വല്ലപ്പോഴും കാണുമല്ലാണ്. അപ്പൊ ആ ഒരു വൈബ് തന്നെ വേറെ തന്നെയാണ്. ഇപ്പൊ ആളുകൾ വൈബ് മനസ്സിലാക്കി യാത്ര ചെയ്യാം. മെയിനായിട്ട് പറയാനുള്ളത് തന്നെ യാത്ര ചെയ്യാം. എവിടേക്കാണെങ്കിലും ഞങ്ങള് കാശ്മീരൊക്കെ പോയ സമയത്താണെങ്കിൽ 10-16 ദിവസം കടയില്ല, വീട്ടിലെ ഒരു ടെൻഷൻസ് വേറെ കാര്യങ്ങളിൽ നമ്മൾ അറ്റാച്ച്ഡ് അല്ല, വെറും ട്രിപ്പ് മാത്രം. ആ ട്രിപ്പ് പറഞ്ഞാൽ ഫുള്ള് രസമാണോ? എന്തായാലും ട്രിപ്പ് പറഞ്ഞാൽ ഫുള്ള് രസമുള്ള കാര്യങ്ങളല്ല. എന്താണെങ്കിലും അതിലല്ല എല്ലാതായാലും ഇൻക്ലൂഡ് ആണ്. പക്ഷെ അത് പോയി വന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ആലോചിക്കുമ്പോ എല്ലാം ബ്യൂട്ടിഫുൾ ആണ്, മനോഹരം. പിന്നെ ഓരോ യാത്രകളും എന്നുള്ളത് നമുക്ക് ഓരോ പാഠങ്ങളാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പല ആളുകളെ കാണുന്നു, അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കണം. അതൊക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കും നമ്മൾ എത്ര പൊന്തിയിട്ടാണ്, നമ്മൾ എത്രത്തോളം ഉയർന്നാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ യാത്രകളും നിങ്ങൾ എന്താക്കുക, പോകുക. സമയം കിട്ടുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പൈസ നിന്നും ജീവിതത്തിന്റെ ഒരു ഭാഗം യാത്രക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കും. ചെറുതോ വലുതൊന്നും ഇല്ല കേട്ടോ, ചെറിയ യാത്രകളും ചെയ്യാം. ഞാൻ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ കക്കാടംപോയി പോയിന്. ഇതിലും ഇതിലും കൂടുതൽ തണുപ്പ് തണുപ്പുണ്ടേനി, എന്നാൽ ഇത്രക്കില്ല. എന്നാലും കോടൊക്കെ ഒരു കുറവില്ലേനി. വേറെ തന്നെ ഒരു വൈബാണ്. കക്കാടംപോയി നമ്മളെ എടുത്താണ്, നമുക്ക് പോയിക്കാണ്ട് കാണാൻ പറ്റിയ സ്ഥലം കൂടിയല്ലേ. വേഗം പോയി വരാം, ഒരു ദിവസം ലീവൊക്കെ മതി, ആസ്വദിക്കാം. അത്ര തന്നെ. ഓരോർക്ക് പോയി അങ്ങനെയല്ലോ. നമ്മൾ ഇത്ര നേരം വർത്താനം പറഞ്ഞിരുന്ന പോലെ കാണാതൊക്കെ മാത്രം സമയം സംസാരിക്കണേ. പോയി തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ. എവിടെ പോയോ അവിടെ? ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാട്ടോ പോകേണ്ടത് മേപ്പട്ടേക്ക്. അല്ല ഓരിഞ്ഞ് പുറത്തേക്ക് പോയാലും നമ്മള് മേപ്പട്ടേക്ക് തന്നെ അല്ലേ. അതത്രേ ഉള്ളൂ. ഷോർട്ട് കട്ട് എടുക്കാം നമുക്ക്. ഇതെങ്ങോട്ട് ഇത്ര തന്നെ ഉള്ളൂ? ആരാണേ പുറത്തേക്കുള്ളൊരു വയ്യേ കടയാടി വെറുതെ വന്നേ ചതിച്ചിട്ടാ. ഞങ്ങളിതിങ്ങനെ മേപ്പോട്ട് പോകാന്നുള്ള വ്യൂ അങ്ങോട്ടും കണ്ടല്ലോ, മലന്റെ അടുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടേ. പക്ഷെ ഇതിങ്ങനെ പുറത്തേക്ക് പോകുന്ന വയ്യാട്ടോ. എന്തിനാ പിന്നെ ഇങ്ങനെ വളച്ചുണ്ടാക്കിയാണ്? സീസൺ ടൈമിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. എനിക്കൊന്ന് കറങ്ങാനില്ലേ? ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഒരു ബൈക്കിനോടെ തിരിയല്ലോ അവിടെ. കിട്ടിയല്ലോ, കിട്ടരുത്. പ്രധാനപ്പെട്ട സാധ്യത വലിക്ക് വീയോ? നിങ്ങളോടക്ക് പോയി ഇവിടെ ഫുള്ള് തരുന്ന അവിടെ ഫുള്ള് കറങ്ങി വന്ന് നിങ്ങളെ കാണാൻ. അതിന്റെ അടിയിൽ ബഹുമാനപ്പെട്ട സദൃസ്ഥായി വലിക്ക് വീ ചെറുതായിട്ട്. ഞാൻ വിചാരിച്ചടാ അങ്ങോട്ട് കുറച്ചൊക്കെ പോകാം. ഞങ്ങൾ ഇത് കൂടെ കയറി, ഇത് കൂടെ നടന്ന് ഇങ്ങനെ പോയപ്പോ അവിടെ സ്ഥലം കഴിഞ്ഞടാ, അവിടെ സ്ഥലം കഴിഞ്ഞ് വെറുതെ കറങ്ങി അവിടെ. എന്താ എന്താ എന്താടാ എന്താണ് കണ്ട അടുത്ത ആൾക്ക് ഹർഷ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ആൾക്കാട്ടെ ഫോട്ടോ എടുക്കാൻ പോണത്. ഹർഷ അല്ല എന്നെ കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട്, അങ്ങനൊക്കെ ഈ ഡ്രസ് കണ്ട് കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട് ഫോട്ടോഗ്രാഫറാണിത്. രണ്ടാമത്തെ ആളാണ് വരിക. രണ്ടാമത്തെ ആളാണ് എടുക്കണേ. എടുക്കലെങ്ങനെ ചോദിക്കല്ലേട്ടാ. ഫോണില് മൊബൈൽസാണ് ഫോട്ടോ എടുക്കാൻ നല്ലേ. ഏ മൊബൈൽ എടുക്കും. ആ
ഫോട്ടോഗ്രാഫർ മുബാരി. യോ ഓക്കെ. ഒരു യോ അടിക്കാറ്. യോ യോ ഓ ഓക്കെ ഓക്കെ ഫോട്ടോ കിടിലാണ്. ബൈ ബൈ. നെയിം നെയിം ഗൗരി ശങ്കർ. ഗൗരി ശങ്കർ. അത് എന്നാ സംഭവം? എന്താണ് സംഭവം? എന്താ സംഭവം? വീഡിയോ എടുത്ത് കാണിച്ചിരുന്ന സംഭവം കാര്യം പറഞ്ഞോ. കാര്യം ഒന്നുമില്ല. നമ്മളൊരു ഫോട്ടോ നല്ല രസമുണ്ടായി ഫ്രെയിം. 50 എടുത്തരോ ചോദിച്ചാ എടുത്തരോ ചോദിക്കോ. അതിന് എല്ലാരും കൂടെ ഉള്ളത്. എന്നാലും ആശിക വേണം നമുക്കെല്ലാം നോക്കാം. വീടെടുത്ത കാര്യം ഇയാള് വ്ളോഗ് എടുക്കണോ? വേറെ ആളെ വീഡിയോ എടുക്കണോ? അല്ല ഈ ഫോട്ടോ എടുക്കണ വേറെ ബड़ा प्रश्न है ബാക്കിലെ ആൾക്കാർക്കും നമ്മള് പോണൊക്കെ. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് എന്താ ഫുൾ വൈബിലാട്ടോ എല്ലാരും. ഫുൾ ഓക്കെയാണ്. പക്ഷെ ഇന്ന് നമ്മളെ ക്യാമറമാന് പറഞ്ഞാൽ ഇന്ന് അർഷദാണ്. എല്ലാരും അർഷദിന്റെ കൊടുക്കുന്നുണ്ട് ഫോൺ എടുക്കാന്. 2 ആൾക്കാർ അർഷദിന്റെ കണ്ടിട്ട് അർഷ എന്നെ കണ്ടിട്ട് ഒരു ക്യാമറമാനെ ലുക്ക് ഉണ്ട് തോന്നണേ. എല്ലാരും എന്റെ തന്നെ ഫോണേ. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകാൻ കേട്ടോ. അതെന്താ വെച്ചാല് എഡിറ്റ് ചെയ്ത് തന്നപ്പോഴാണ് കുറച്ച് ലെങ്ത് കൂടി പോയത്. അപ്പൊ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു ഫുൾ വീഡിയോ ആണ്. ഇതിന്റെ അടുത്ത പാർട്ട് എന്തായാലും വരും, വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്താം കേട്ടോ. അപ്പൊ ഇതിനും നല്ല വീഡിയോ ഇനിയും കാണുമ്പോൾ ബൈ ബൈ. ഓക്കെ.